ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ലോൺസസ്റ്റണിലേക്കുള്ള യാത്രയും അവിടെ മിർട്ടിൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ ഓവർനൈറ്റ് ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റേ ചെയ്ത് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കേബിൾ കാറിലെല്ലാം കയറി വരുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. അങ്ങനെ നമ്മൾ സ്വാൻസിയിൽ നിന്ന് മിർട്ടിൽ പാർക്ക് ലോൺസസ്റ്റണിലുള്ള മിർട്ടിൽ പാർക്കിലേക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് 165 കിലോമീറ്റർ ഉണ്ട് സ്വാൻസിയിൽ നിന്ന് ലോൺസസ്റ്റണിലുള്ള ഈ മിർട്ടിൽ പാർക്കിലേക്ക്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ പോയി സ്റ്റേ ചെയ്ത് ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് പിന്നെ നാളെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. അങ്ങനെ ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മിർട്ടിൽ പാർക്കിലെത്തി. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷമാണ് മിർട്ടിൽ പാർക്കിലേക്ക് യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ മിർട്ടിൽ പാർക്കിൽ എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒരു 5 മണിയായി. വിൻ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ട് വീഴും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ സ്വാഗ് സെറ്റ് ചെയ്യാനായിട്ട് എല്ലായിടത്തും പുറത്തേക്ക് വെച്ചു. ഇത് ടെൻ്റല്ല, ഇതിന് പറയുന്ന പേരാണ് സ്വാഗ്. ഇതിന് നമുക്ക് ഈ ടെൻറ്റിൻ്റെ പോലെ അത്ര ഹൈറ്റ് ഒന്നും കാണത്തില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അതെല്ലാം നോർമലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ടെൻ്റെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വേഗം തീ കത്തിക്കാനുള്ള പരിപാടിയെല്ലാം സെറ്റ് ചെയ്തു. കാരണം നൈറ്റ് നല്ല രീതിയിലുള്ള തണുപ്പുണ്ടാവും. അപ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഫയർവുഡെല്ലാം മേടിച്ചിട്ട് വന്നേ. നമുക്ക് അതവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഫയർവുഡും അത് കത്തിക്കാനുള്ള കാര്യങ്ങളും ഒരു ബാഗ് ഫയർവുഡ് ഞാൻ മേടിച്ചിട്ട് വന്നത് അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ഇതൊന്ന് കത്തിക്കാൻ. പക്ഷേ കത്തി കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ക്യാമ്പ് ഫയർ എല്ലാം കൊണ്ടുവന്നു. ഞാൻ ടേക്ക് അവേ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിലുള്ള ഇരുട്ടായി. ചുറ്റും അധികം ആൾക്കാരൊന്നുമില്ല, 1-2 അപ്പച്ചന്മാർ മാത്രം അങ്ങ് ദൂരെയായിട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് മനുഷ്യരൊന്നുമില്ല. പക്ഷേ വളരെ പീസ്ഫുള്ളായിരുന്നു, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ സ്വാഗും ഈ ക്യാമ്പ് ഫയറിനോട് ചേർന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 9 മണിയായപ്പോഴത്തേനും കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഒരു 7 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഈ പറഞ്ഞ പോലത്തെ തൊട്ടടുത്ത് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ ഞാൻ കുറച്ച് ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് വന്നേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുതച്ചു മൂടി കിടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള തണുപ്പങ്ങനെ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീച്ച ഉടനെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ഫയർവുഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ്, അതിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ അരുവി ഉള്ളത്. നല്ല രസമുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു അരുവിയാണ്. ഒരു ചെറിയൊരു റിവർ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ പോയി അതിലെ കൂടിയൊക്കെ നടന്നു. ഇപ്പോൾ ഒരു രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ ഓഫീസ് 9 മണിയാവും തുറക്കുമ്പോൾ. അപ്പോൾ 9 മണി ആയി കഴിയുമ്പോൾ മെല്ലെ അവിടം വരെ പോയിട്ട് ഒരു ചായ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് എന്നില്ല, പിന്നെ ഇതായതുകൊണ്ട്, അതായത് ക്യാമ്പ് ഗ്രൗണ്ട് ആയതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരുപാട് മനുഷ്യരൊന്നുമില്ല. ഏതാണ്ട് 9:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് അവിടം വരെ റിസപ്ഷൻ വരെ പോയിട്ട് ഒരു കോഫി മേടിക്കാം. 9:00 തുറക്കുന്നതെന്ന് പറഞ്ഞേ. 9:00 തുറന്നിട്ടുണ്ടാവുക. 9:39 പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഫയർവുഡൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിലേ നന്നായിട്ട് കത്തിക്കോളും. നമ്മൾ പോകാനുള്ള സമയമായി. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ 10 മണിക്ക് 11 മണിക്കൊക്കെയാണ് ചെക്കൗട്ട്. ഇനി ഇവിടെ ഹോട്ടൽ റൂം പോലൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരത്രയും സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പുണ്ടായിരുന്നുള്ളൂ. മൈനസൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഫ്രോസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായി പോകും. -ഡിഗ്രി ഒന്നും അല്ലാത്തതുകൊണ്ട് 5 ഡിഗ്രി 6 ഡിഗ്രി ആയിരുന്നു ഓവർനൈറ്റ്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല സ്പേഷ്യസ് ആണ്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് കളിച്ചാൽ, കുഞ്ഞുങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനും ബാക്കി എല്ലാത്തിനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കോട്ട്സ്ഡെയിലിൽ ഇവിടുന്ന് ഒരു 1/4 മണിക്കൂറുള്ളൂ. അവിടെയാണ് ഒരു 3 മാസത്തോളം ജോലി ചെയ്തത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ലോൺസസ്റ്റണിലേക്കാണ് സാധനം എല്ലാം വാങ്ങാൻ പോകുന്നത്. അതായത് നമുക്ക്
സാധനം മീൻസ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറൊക്കെ ലോൺസെസ്റ്റണിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്ന് അവരെ കണ്ട് ഞാൻ ഇവിടെ ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഒരു നൈറ്റ് ഇവിടെ ഒന്ന് തങ്ങണം എന്ന് അന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് നമ്മുടെ അടുത്ത് ടെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് കൊളീഗ്സിൻ്റെ അടുത്ത് അവിടെ അന്ന് ഉണ്ടായിരുന്ന അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ അടുത്തും ടെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഈ ക്യാമ്പർ വാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത്. അങ്ങനെ ഈ വട്ടം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ വന്നേക്കുന്ന കോൺട്രാക്റ്റ് സ്വാൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. ഈ കമ്പനീൻ്റെ തന്നെ ഒരു റെസ്റ്റ് ഹോമാണ് അവിടെ, അർജൻ കെയർ സെൻ്ററൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ എനിക്കൊരു 3 ദിവസം അടുപ്പിച്ചിങ്ങനെ ലീവ്. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോകണം, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ ടെൻ്റ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വട്ടം പോയില്ല. അപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, അമ്മച്ചീൻ്റെ അടുത്തൊരു സ്വാഗ് എന്ന് പറഞ്ഞാൽ ടെൻ്റല്ല സ്വാഗ്, ഇങ്ങനെ നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരിതുണ്ട്, അങ്ങനെ അമ്മച്ചി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നേരെ നോക്കി ഒരു നൈറ്റിൽ ബുക്ക് ചെയ്തു, നേരെ ഇങ്ങ് പോരും ചെയ്ത്. ഭാഗ്യത്തിന് കൃത്യസമയത്ത് തന്നെ അവിടുത്തെ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാപ്പുച്ചിനോയും ലാറ്റയും പിന്നെ അങ്ങനെയുള്ള അമേരിക്കാനോ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചാലാണ് അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ നിന്നൊരു കട്ടൻ ചായ എല്ലാം വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ നമ്മൾ നേരത്തെ കണ്ട ആ റിവറിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ഇരുന്നിട്ട് ഈ കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ തിരിച്ചു പോകണം. പോകുന്ന വഴിക്ക് നല്ലൊരു കുഞ്ഞൊരു പട്ടിക്കുഞ്ഞിനെ കണ്ടു. അത് അപ്പച്ചന്മാർ തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അവരുടെയാണ്. അപ്പോൾ അവർ ട്രീറ്റ് തന്നപ്പോൾ ഞാൻ അതിനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ റിവറിൻ്റെ അടുത്തേക്ക് തുടരാം. ഞാനൊരു കട്ടനെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നേരം നടന്നിട്ട് നേരെ തിരിച്ചു പോകാനുള്ള സമയമായി. ഇനി ടെൻ്റെല്ലാം പാക്ക് ചെയ്യണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മെല്ലെ ഇനി പോകുന്ന വഴിക്ക് വല്ല കാഴ്ചകളുണ്ടെങ്കിൽ അതെല്ലാം കണ്ടിട്ട് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് സ്വാൻസിയിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ ഒരു നൈറ്റ് സ്റ്റേ ഇവിടെ അവസാനിക്കുകയാണ്. ടെൻ്റെല്ലാം അഴിച്ചു. ശരിക്കും നമുക്ക് $27 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പ് പിറ്റ്, ഫയർ പിറ്റ് ഉണ്ടാവും, അതിനോട് ചേർന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പിക്നിക് ടേബിൾ. ഇവിടുന്ന് പോകാൻ സമയമായി. എന്തായാലും കുറച്ച് ഫയർ പിറ്റ് ഉണ്ടായിരുന്ന അപ്പച്ചന്മാർക്ക് കൊടുത്തു. അങ്ങനെ ഏതാണ്ട് ഒരു 11 മണി ആയപ്പോഴേക്കും ഞാൻ മിർട്ടിൽ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ലോൺസെസ്റ്റണിലേക്കാണ്. ലോൺസെസ്റ്റണിലേക്ക് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു സിലോൺ റെസ്റ്റോറൻറ്റ് കണ്ടു, ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഒരു ഫിഷ് കറി മീൽസും വാങ്ങി ടേക്ക് അവേ എടുത്തിട്ട് നേരെ ഇനി അടുത്ത് പോകുന്നത് ഇവിടെ ഒരു സീനിക് ചെയർ ലിഫ്റ്റ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സിംഗിൾ ചെയർ ലിഫ്റ്റ് ആണെന്നാണിത് പറയുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് സ്കോട്ട്സ്ഡെയിലിൽ വന്നപ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെയർ ലിഫ്റ്റാണ്. ഇവിടുത്തെ ഒരു ഗോർജിൻ്റെ മേലേക്കൂടെ പോകുന്ന ഒരു ചെയർ ലിഫ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ചെയർ ലിഫ്റ്റാണ്. ഇത് അങ്ങോട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് നമ്മൾ അഡൾട്ട്സിന് ഒരാൾക്ക് $15. അപ്പം അങ്ങോട്ട് പോയി തിരിച്ചും വരുന്നുണ്ടെങ്കിൽ $20 അങ്ങോട്ട് പോകാനുള്ള ഇതിൻ്റെ ഫീസ്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ ചെയർ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള സമീപനമാണ് നമ്മളോടെല്ലാം. അങ്ങനെ നേരെ ചെയർ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ വേറൊരു അപ്പച്ചനുണ്ട്, അവരതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ തരും, അങ്ങനെ അതിൽ കയറണം, കയറിയിട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അങ്ങനെ ചെയർ ലിഫ്റ്റ് കയറി യാത്ര തുടങ്ങി. നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ മനോഹരമാണ്. അതിൻ്റെ തുടക്കത്തിൽ ഒരു പാർക്കാണ് താഴെ. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വിൻ്റർ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല അതിൽ, കാരണം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിനൊക്കെ. 2 സൈഡും ചെറിയ ഒരു കുന്നുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒഴുകുന്ന ഒരു ചെറിയൊരു നദിക്ക് കുറുകെയാണ് നമ്മൾ ഈ ചെയർ ലിഫ്റ്റ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് സാധാരണ എനിക്ക് ഈ ഹൈറ്റ് ഒരല്പം പേടിയുള്ള കൂട്ടത്തിലാണ്, പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റൊന്നുമില്ല. നല്ല രസമുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു അത്.
നിങ്ങൾ താഴെ കാണുന്ന ഒരു നടപ്പാത കണ്ടില്ലേ? അപ്പോൾ അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയതിന് ശേഷം അവിടുന്ന് തിരിച്ച് ഇങ്ങനെ ഇതിൽ നടന്ന് വരാനും പറ്റും. ഞാനെന്തായാലും തിരിച്ചും കൂടെ വരാനുള്ളതിൻ്റെ ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. ഒരുപാട് ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളടക്കം അടക്കം മറ്റ് മുതിർന്നവരുടെ കൂടെ ചെയർ ലിഫ്റ്റിൽ ഇങ്ങോട്ട് വരുന്നത് കാണാൻ സാധിക്കും. രണ്ട് സൈഡിലും ഒരു പാറകളൊക്കെ നിൽക്കുന്നത് കാണാം. നല്ല രസമുണ്ട്. ഒരുപാട് വെയിലും അങ്ങനെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സണ്ണി ആയിരുന്നു, പക്ഷേ നല്ല ചൂടൊന്നുമില്ല. എന്നാൽ അധികം തണുപ്പൊന്നുമില്ല. മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അരുവി ഒഴുകുന്നതൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ റൈഡ്, ഒരു 5 മിനിറ്റേ ഉള്ളൂ. 5-8 മിനിറ്റിൻ്റെ റൈഡ് ഏതാണ്ട് നമ്മൾ ഇപ്പുറത്തെ പോയിന്റിൽ എത്താനായി. ഈ താഴെ കാണുന്നത് പഴയൊരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ അതൊരു അവിടെ നമുക്ക് ഈ ടോയ്ലറ്റ്സും ബാക്കി അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങേ സൈഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പാർക്കും ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങളും പാർക്കും അങ്ങനെ കുറേ വാക്ക് വേസ് ഒക്കെ ഉണ്ട്. നമുക്ക് നടക്കാൻ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിൽക്കുന്ന അപ്പച്ചൻ നമ്മൾ ഇറങ്ങേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പുറയും ഇതേപോലെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഗൈഡാണ്. നമ്മൾ ഇറങ്ങിയിട്ട്, കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് വേസിൽ നടന്നു പോകണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ പുറകിലൊന്നും ഇടിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ അവിടുത്തെ പാർക്കിലേക്ക് നടന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് നേരെ പാർക്കിലേക്ക് നടന്നു. അവിടെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മയിൽ നിൽക്കണ കണ്ടു. ആദ്യം ഞാൻ കണ്ടത് ഒരു മയിലിനെയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മയിലുകളുണ്ട്. അതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അത് പോകുന്നൊന്നുമില്ല. ഞാൻ ഇത്രയും മയിലുകൾ, നമ്മൾ വയനാട്ടിലാണല്ലോ, അപ്പോൾ നമ്മൾ ഈ കാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കാട് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്ന വഴിക്ക് 1-2 മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം മയിലുകളെ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൺമയിലുകളും പെൺമയിലുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളെ ഒട്ടും പേടിയില്ല. നമ്മൾ അടുത്തേക്ക് പോയാൽ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളതിനെ ഫീഡ് ചെയ്യാനൊന്നും പാടില്ല എന്ന്. പിന്നെ അതിനെ തൊടാനോ പിടിക്കാനൊന്നും പാടില്ല. പിന്നെ ഓഫീസെല്ലാം ഞാൻ നേരത്തെ കാണിച്ച ബിൽഡിങ്ങാണിത്. അതിൻ്റെ അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷെ അതിന് ചുറ്റും ഒരുപാട് മയിലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ കുറേ നേരം അവിടുത്തെ പാർക്കിലൂടെയൊക്കെ നടന്ന് ഈ മയിലിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഇന്ത്യൻ ഫുഡ്, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും എവിടെയും കിട്ടത്തില്ല. അപ്പോൾ വല്ല ബർഗറൊക്കെ കഴിക്കാൻ, വല്ല നോർത്ത് ഇന്ത്യൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ച് പോയത്. പക്ഷേ അവിടെ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയതാണ്. പക്ഷെ ഇത്രയും അടിപൊളി ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാത്തതുകൊണ്ടേ നല്ല മീൻകറിയും നല്ല ദാൽ കറിയും ചോറും ഉണ്ടോ, കൊടമ്പുളിയൊക്കെ ഇട്ടിട്ട് അത് വെച്ചേക്കാം. ഇതിനൊരു മാങ്ങാക്കറി ഉണ്ട്. ചെറിയ മധുരവും ചെറിയ പുളിയും ചെറിയ എരിവൊക്കെ ആയിട്ട് കൊള്ളാം.
ഇതൊരു റിസർവാണ്. അവിടെ കണ്ടല്ലോ, അവിടെ ഒരു പഴയൊരു പള്ളിയുണ്ട്, ഒരു പെട്രോൾ സ്റ്റേഷൻ, ഇതൊരു കോഫി ഷോപ്പാണ്. ഇതൊരു അടച്ചേക്കുവാ. വന്നിട്ട് ഇവിടുന്ന് കോഫി ഉണ്ടെങ്കിൽ ഒരു കോഫിയും കൂടെ മേടിക്കാൻ വെച്ചിട്ടാണ്, പക്ഷെ കോഫി ഇല്ല. എന്തായാലും നന്നായി. മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. എന്തായാലും കൊള്ളാം.